ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്യോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. ഇവിടെ പറയുകയാണ് ദൈവ ഇഷ്ടത്താൽ. ഒരു വാക്ക് പൗലോസ് അവിടെ പറയുന്നുണ്ട്. ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്യോസും. അപ്പോൾ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ഞാൻ ഈ ലേഖനം സഭയ്ക്ക് കൈമാറുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം അല്ല, ദൈവ ഇഷ്ടത്താൽ. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന് തൻ്റെ ജീവിതത്തിനകത്ത് തനിക്കായിട്ടുള്ള ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു. അപ്പോൾ കൊലോസ്യ സഭയ്ക്ക് ഇത് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നത്, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളോട് പറയുന്നത്, നമ്മുടെ ഇഷ്ടത്തെക്കാൾ അധികമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് നമ്മൾ അറിയണം. നമുക്കറിയാം, യേശു കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ 33.5 വയസ്സുവരെ ജീവിച്ച് 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കൊടുവിൽ ഗത്ശമന തോട്ടത്തിനകത്ത് കർത്താവിൻ്റെ വേദനയേറിയ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മുട്ടുമടക്കി അപ്പനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. സഹിപ്പാൻ കഴിയാത്ത ഒരു വേദനയ്ക്കകത്ത് വചനം പറയുന്നത് ഇങ്ങനെയാണ്: വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്തു വീഴുകയാണ്. എന്ന് വെച്ചാൽ അസാധാരണമായ പെയിനകത്തുകൂടെ കർത്താവ് സഞ്ചരിക്കുമ്പോൾ ആരും ആശ്രയമില്ല, ആരും കൂടെയില്ല, ശിഷ്യന്മാർ പോലും കൂടെ ഉണ്ട് എന്ന് പറയുന്നവർ പോലും ഒരു ഭാഗത്തിരുന്ന് ഉറങ്ങുകയാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെ യേശു ചോദിക്കുന്നത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. യേശു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം, യേശു അടുത്ത് അനുഭവിക്കാൻ പോകുന്ന ആ വേദന, ആ പ്രയാസം കർത്താവിന് അറിയാമായിരുന്നു. അത് സഹിക്കുന്നതിൻ്റെ അപ്പുറമാണ്. പ്രിയരെ, അതുകൊണ്ടാണ് ലേഖനത്തിലൊരു വാക്യമുണ്ട്: മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. കാരണം കർത്താവ് ഗത്ശമനത്തോട്ടത്തിനകത്ത് നേരിട്ട ആ പ്രയാസങ്ങൾക്കപ്പുറം മനുഷ്യന് ഒന്നും ദൈവം അനുവദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ആ പ്രയാസം പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അത് യേശുവിനറിയാം. കാരണം കർത്താവ് അതുപോലെ പ്രതിസന്ധികൾക്കകത്തുകൂടെ സഞ്ചരിച്ച കർത്താവാണ്. അവിടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവേ, കഴിയുമെങ്കിൽ. അടുത്ത ഉടനെ കർത്താവ് പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അപ്പൻ്റെ ഇഷ്ടമാകട്ടെ. ഒന്ന് നോക്കിയേ, സഹിക്കാൻ പറ്റാത്ത വേദനയുടെ അങ്ങേയറ്റം ഭാരം ചുമക്കാൻ പോവുകയാണ്. മാനവരാശിയുടെ പാപമേൽക്കാൻ പോവുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അവിടെ പോലും യേശു പറയുന്നുണ്ട്, അപ്പൻ്റെ ഇഷ്ടം എന്താണോ അത് തന്നെ നടക്കട്ടെ. ഇവിടെ കൊലോസ്യ സഭയ്ക്ക് പൗലോസ് ലേഖനം കൈമാറുമ്പോഴും പറയുന്നത്, ദൈവ ഇഷ്ടത്താൽ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിനകത്ത് പ്രയാസമാകട്ടെ, വേദനയാകട്ടെ, സന്തോഷമാകട്ടെ, സമാധാനമാകട്ടെ, എല്ലാം കർത്താവെ, അങ്ങയുടെ ഇഷ്ടപ്രകാരമുള്ളത് മാത്രം എൻ്റെ ജീവിതത്തിൽ വന്നാൽ മതി എന്ന് തീരുമാനിച്ചിട്ട് ആ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ, ഏത് പ്രയാസത്തിലും കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് അപ്പൻ്റെ ഇഷ്ടം മാത്രം മതി എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്ത് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.